രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അഷ്ടപതിയാണ്, 16-ാമത്തെ അധ്യായമാണ്, വന്ദന ശ്ലോകമാണ്. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും നമുക്ക് 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ കാമുകി രാധ, രാധയുടെ പ്രണയം, രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ്. വ്യാഴം അഷ്ടപതിയാണ്, വെള്ളി മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധർമ്മപദമാണ്. അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളുണ്ട്. ജ്യോതിഷം വേണ്ടവർക്ക് ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായ സംശയത്തിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അതുകൂടാതെ അഷ്ടാവക്ര ഗീതയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. പിന്നെ രാധയെ പൂജിച്ചാൽ അത് പ്രത്യേകം കാണണം. രാധാ സഹസ്രനാമം ഒരു പദമെങ്കിലും ചൊല്ലിയാൽ, പിന്നെ രാധാ കവചൻ 2 ഉണ്ട്. 2 രാധാ കവചത്തിൻ്റെയും ക്ലാസ്സുകൾ ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അഷ്ടപതി കാണുന്നവർ നിർബന്ധമായും രാധയുടെ പ്രണയവും, രാധയുടെ പ്രണയം കാണുന്നവർ നിർബന്ധമായി അഷ്ടപതിയും നിങ്ങൾ കാണണം. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ അഷ്ടപതി ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. ഇന്ന് നമുക്ക് അഷ്ടപതി പാടിത്തരുന്നത് ജിജിന ജിതിനാണ്. നിങ്ങൾക്ക് വളരെ സുപരിചിതയാണ് ജിജിന. അപ്പോൾ ജിജിന പാടിക്കഴിഞ്ഞു, ജിജിനയുടെ മകൾ പാടിക്കഴിഞ്ഞു, ഇളയ മകൾ ആ കുഞ്ഞു പാടിയത് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാ അഷ്ടപതി അതിമനോഹരമായി നമ്മുടെ ജിജിന ജിതിൻ പാടുകയാണ്. മനോഭവാനന്ദന ചന്ദന നില
प्रसीद रे दक्षिणामुञ्जवामता क्षणं जगत्प्राणविन्धाय माधवं गुरो मम പ്രാണഹരോ ഭവിഷ്യസി. അപ്പോൾ നമ്മുടെ ജിജിൻ അത് പാടിത്തന്നത് കേട്ടല്ലോ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മനോഭവാനന്ദന ചന്ദന നീലാം, മനോഭവാനന്ദന ചന്ദന നീലാം, പ്രസീദരേ ദക്ഷിണ മുഞ്ചവാമദാം, പ്രസീദരേ ദക്ഷിണ മുഞ്ചവാമദാം, ക്ഷണം ജഗത്പ്രാണവിദായ മാധവം, ക്ഷണം ജഗത്പ്രാണവിദായ മാധവം, പുരോ മമ പ്രാണഹരോ ഭവിഷ്യസി, പുരോ മമ പ്രാണഹരോ ഭവിഷ്യസി, മനോഭവാനന്ദന ചന്ദന നീലാം, കൃഷ്ണ കൃഷ്ണ ശ്രീ കൃഷ്ണ. ഓക്കെ, മനോഭവാനന്ദന അർത്ഥം എഴുതിക്കോ. മനോഭവാനന്ദന, മദന ആനന്ദം തരുന്നവൻ, മദനം കാമം, രതിയിൽ ആനന്ദം തരുന്നവൻ എന്നാണ് അതിനർത്ഥം. മനോഭവനന്ദന. അടുത്തത് ചന്ദന അനില. ചന്ദന അനില എന്ന് പറഞ്ഞാൽ മലയ പർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റ്. എഴുതിക്കോ, മലയ പർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റ്. എഴുതിയല്ലോ. പ്രസീത, പ്രസീത പ്രസാദിച്ചാലും. പ്രസീത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രസാദിച്ചാലും എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രസീത. അടുത്തത് പ്രസീത എഴുതിയല്ലോ എല്ലാവരും. പ്രസാദിച്ചാലും. രേ, രേ എന്ന് പറഞ്ഞാൽ ഹേ, അഭിസംബോധന ചെയ്യുന്നു. ഹേ മനുഷ്യ. അപ്പൊ രേ എന്ന് പറഞ്ഞാൽ ഹേ. ദക്ഷിണ, ദക്ഷിണ കാപഠ്യമില്ലാത്തവൻ, നിഷ്കളങ്കൻ. മനസ്സിലെ ദക്ഷിണ കാപഠ്യമില്ലാത്തവൻ. പിന്നെ വലത്തേത് എന്നർത്ഥവുമുണ്ട്. വലത്തേത്. മുഞ്ച, മുഞ്ച ഉപേക്ഷിച്ചാലും, മുഞ്ച ഉപേക്ഷിച്ചാലും. വാമതാം, വാമതാം പ്രതികൂല ഭാവം, പ്രതികൂല ഭാവം. ക്ഷണം ഉടനെ. ജഗത് പ്രാണ, ഈ ലോകത്തിൻ്റെ മുഴുവൻ പ്രാണനെ, ഈ ലോകത്തിൻ്റെ മുഴുവൻ പ്രാണനെ, അതായത് കാറ്റ്. കോമായിട്ടിട്ട് കാറ്റെന്നും കൂടെ എഴുതാം. വിധായ തന്നാലും. മാധവം ശ്രീകൃഷ്ണനെ, മാധവം ശ്രീകൃഷ്ണനെ. പുരോ മുന്നിൽ. മമ എൻ്റെ, എൻ്റെ. ഹര എടുത്താലും, എടുത്താലും. പ്രാണഹര പ്രാണനെ എടുത്താലും. ഭവിഷ്യസി അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ ആകട്ടെ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ കാമത്തിൽ സുഖം തരുന്ന, ശൃംഗാരത്തിൽ സുഖം തരുന്നവനും കാപഠ്യമില്ലാത്തവൻ നിഷ്കളങ്കനുമായ ഈ ലോകത്തിൻ്റെ മുഴുവൻ പ്രാണനുമായ അല്ലയോ മലയ മാരുത, മലയ പർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റേ നീ പ്രസാദിച്ചാലും. അപ്പൊ കാറ്റിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവനെ പുകഴ്ത്തുകയാണ് ആദ്യം രാധാറാണി ചെയ്യുന്നത്. ഇല്ലേ? രതിസുഖം തരുന്നവനാണ്, കാപഠ്യമില്ലാത്തവനാണ്, നിഷ്കളങ്കനാണ്, ഈ ലോകത്തിൻ്റെ പ്രാണനാണെന്നൊക്കെ പറഞ്ഞ് മലയപർവ്വതത്തിലെ കാറ്റിനെ ആദ്യം ഒന്ന് സോപ്പിടുകയാണ് നമ്മുടെ രാധാറാണി ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ്, അല്ലയോ മലയപർവ്വതത്തിലെ കാറ്റേ, നീ എന്നോടുള്ള പ്രതികൂല ഭാവം, നീ എന്നോടുള്ള വിരോധത്തെ ഉപേക്ഷിച്ചാലും ശ്രീകൃഷ്ണനെ എൻ്റെ മുന്നിൽ കുറച്ച് സമയമെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം
നീ എൻ്റെ പ്രാണനെ വേണമെങ്കിൽ എടുത്തുകൊള്ളൂ. ഇതാണ് ആര് പറയുന്നത്? രാധാറാണി ഈ കാറ്റിനോട് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാമദേവന്റെ അസ്ത്രം കൊണ്ടുള്ള ആക്രമണത്തിൽ രാധാറാണി സഹികെട്ടു. ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് വിചാരിക്കുമ്പോൾ തന്നെ വൃന്ദാവനത്തിലെ ലതാ നികുഞ്ചങ്ങളിൽ കാമലീലകളാടിയത് രാധാറാണിക്ക് ഓർമ്മ വരും. ആ സമയത്ത് അതിനെ ആളിക്കത്തിക്കാൻ വേണ്ടി കാമദേവൻ കാമാസ്ത്രങ്ങൾ അയക്കും. കാരണം ശ്രീകൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് കാമദേവൻ. അതുകൊണ്ടാണല്ലോ കൃഷ്ണ അവതാരത്തിൽ കാമദേവൻ പ്രത്യുഗ്നനായിട്ട് രുക്മിണീ ദേവിയിൽ ജനിക്കുന്നത് പോലും. അങ്ങനെ കാമദേവന്റെ ആക്രമണത്തിൽ രാധാറാണി സഹികെട്ടു. മലയ പർവ്വതത്തിൽ നിന്ന് വരുന്ന ചന്ദനക്കാറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, കാമദേവന്റെ അസ്ത്രങ്ങളേറ്റ് രാധാറാണി സഹികെട്ടു. ഈ കാമദേവന്റെ അസ്ത്രങ്ങളെ വഹിച്ചുകൊണ്ടുവരുന്നത് മലയപർവ്വതത്തിലെ കാറ്റാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? കാമദേവന്റെ അസ്ത്രങ്ങളേറ്റ് രാധാറാണിക്ക് സഹികെട്ടു. കാമം അഗ്നിയായി പടർന്നു കയറി. ഈ കാമദേവന്റെ അസ്ത്രങ്ങളെ കൊണ്ടുവരുന്നയാൾ ആരാണ്? മലയപർവ്വതത്തിലെ കാറ്റാണ്. അതുകൊണ്ട് ആ മലയപർവ്വതത്തിലെ കാറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാധാറാണി പറയുകയാണ്, കാമദേവന്റെ അമ്പുകൾ വഹിച്ചു കൊണ്ടുവരുന്ന അല്ലയോ മലയപർവ്വതത്തിലെ കാറ്റേ, നീ കാമദേവന്റെ അമ്പുകൾ വഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിന്നെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാകുന്നത്. അല്ലയോ കാറ്റേ, നീ നിന്റെ സുഹൃത്തായ കാമദേവനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി കാമദേവന്റെ അസ്ത്രങ്ങൾ വഹിച്ചുകൊണ്ടുവന്ന് എന്നെ ഇങ്ങനെ കാമാഗ്നിയിൽ ദഹിപ്പിക്കുകയാണ്. അപ്പം മലയപർവ്വതത്തിലെ കാറ്റേ, നിന്റെ ഉദ്ദേശം കാമദേവനെ സന്തോഷിപ്പിക്കണം. കാമദേവന്റെ ഉദ്ദേശം ശ്രീകൃഷ്ണനെ സന്തോഷിപ്പിക്കണം. പക്ഷേ അതിന് ഇരയാകുന്നത് ഈ പാവം രാധയാണ്. നീ വഹിച്ചുകൊണ്ടുവരുന്ന കാമദേവന്റെ അമ്പുകൾ ഏറ്റിട്ട് ഞാൻ കാമാഗ്നിയിൽ അങ്ങനെ ദഹിച്ചു പോവുകയാണ്. അങ്ങനെ ദഹിക്കുന്നത് കാണാൻ നിന്റെ സുഹൃത്തായ കാമദേവന് വളരെ ഇഷ്ടമാണ്. മലയ സമീരനാണ് നീ തെക്കൻ കാറ്റാണ്, നീ കാമദേവന്റെ സുഹൃത്തുമാണ്. ഈ ലോകത്ത് സകല ആളുകൾക്കും ആനന്ദം പകരുന്നവനാണ് മലയപർവ്വതത്തിലെ കാറ്റ്. കാരണം ചന്ദന മരങ്ങളിൽ തട്ടിയാണ് അവൻ വരുന്നത്. ആ കാറ്റിൽ ചന്ദനത്തിൻ്റെ സുഗന്ധമുണ്ട്. അതുകൊണ്ട് മലയപർവ്വതത്തിലെ കാറ്റ് ഈ ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും ആനന്ദം നൽകുന്നതാണ്. പക്ഷേ നീ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു, വല്ലാതെ പീഡിപ്പിക്കുന്നു. എന്നിട്ട് രാധാറാണി പറയുകയാണ്, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന നീ എന്നെ പീഡിപ്പിക്കുന്നതിൻ്റെ കാരണം എനിക്കറിയാം. മലയപർവ്വതത്തിലെ ചന്ദന മരങ്ങളിൽ തഴുകിയാണല്ലോ നീ വരുന്നത്. ചന്ദന മരങ്ങൾ നിറയെ പാമ്പാണ്. ആ പാമ്പുകളുമായിട്ടാണല്ലോ നിന്റെ സഹവാസം. അപ്പൊ പാമ്പിന്റെ വിഷവും കൂടെ നിന്റെ മനസ്സിൽ കടന്നു കയറി. അതുകൊണ്ടാണ് പാമ്പുകൾ മറ്റുള്ളവരെ കുത്തി നോവിച്ച് രസിക്കുന്നത് പോലെ മലയപർവ്വതത്തിലെ കാറ്റേ, നീയും എന്നെ കഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണെന്നും എനിക്കറിയാം. കാമദേവന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ മറ്റു ഗോപികമാരുമായി രതിലീലകൾ ആടുന്നത് കണ്ട് ഞാൻ പിണങ്ങി. ഞാൻ കൃഷ്ണനുമായി പിണങ്ങിയത് കാമദേവൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് കാമദേവൻ എന്തു ചെയ്യുന്നു? തുരുതുര അമ്പുകളെ എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാമപീഠ സഹിക്കാൻ വയ്യാതെ ഞാൻ ഓടി ശ്രീകൃഷ്ണന്റെ അടുക്കൽ ചെല്ലണം. അതാണ് കാമദേവന്റെ ഉദ്ദേശം. അതിന് അവന്റെ അസ്ത്രം വഹിക്കാൻ കാറ്റിന് വളരെ വേഗത്തിൽ അസ്ത്രം വഹിച്ചുകൊണ്ട് വരാൻ പറ്റുമല്ലോ. അതിന് മലയപർവ്വതം എന്ന സുഹൃത്തിനെയാണ് അവൻ എന്ത് ചെയ്യുന്നത്? ആശ്രയിച്ചിരിക്കുന്നത്. അല്ലയോ മലയ സമീര,
നീ എന്നോടുള്ള വിരോധം ഒന്ന് മാറ്റിവെക്കണം. എന്നോട് അടങ്ങാത്ത ശത്രുത നിനക്കുണ്ടെങ്കിൽ, അല്ലയോ മലയപർവ്വതത്തിലെ കാറ്റേ, നീ എന്നിൽ പ്രസാദിക്കണം. നിനക്ക് എന്നോട് ശത്രുതയുണ്ടെങ്കിൽ അല്പനേരത്തേക്കൊന്നും മാറ്റിവെക്ക്. നിനക്ക് എന്നോട് വിരോധമുണ്ടെങ്കിൽ നീ എൻ്റെ പ്രാണനങ്ങെടുത്തോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ നീ എൻ്റെ പ്രാണനാഥനെ ഒരു നിമിഷം എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിത്തരണം. അതിനുശേഷം എൻ്റെ പ്രാണൻ എടുത്തുകൊള്ളൂ. ഇവിടെ രൂപ ഗോസ്വാമി ഉജ്ജ്വല നിലാമണിയിൽ ഗന്ധവാഹന ഉദ്ദീപനത്തിന് ഉദാഹരണമായിട്ട് ഈ വരികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താ ഗന്ധവാഹന ഉദ്ദീപനം എന്ന് പറയുന്നത്? ഗന്ധം കാറ്റ്, അല്ലെങ്കിൽ ഗന്ധവാഹന ഉദ്ദീപനം, അതായത് കാറ്റ് പൂക്കളുടെയും മരങ്ങളുടെയും സുഗന്ധം വഹിച്ചു കൊണ്ടുവന്ന് നമ്മുടെ കാമത്തെ ഉദ്ദീപിപ്പിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, രാധാറാണി മലയപർവ്വതത്തിലെ കാറ്റിനോട് പറയുന്നു, കാമദേവന്റെ അസ്ത്രങ്ങൾ വഹിച്ചുകൊണ്ടുവന്ന് നീ എന്നെ പീഡിപ്പിക്കുന്നത് നിർത്തണം. കൃഷ്ണനുമായി ഞാൻ പിണങ്ങിയതുകൊണ്ട് കൃഷ്ണന്റെ സുഹൃത്തായ കാമദേവനും കാമദേവന്റെ സുഹൃത്തായ മലയപർവ്വതത്തിലെ കാറ്റിനും എന്നോട് വിരോധമുണ്ടെന്ന് എനിക്കറിയാം. എന്നെ കാമാഗ്നിയിൽ ദഹിപ്പിക്കാതെ മലയപർവ്വതത്തിലെ കാറ്റേ, എന്നിൽ അല്പം പ്രസാദിച്ചാലും നിനക്ക് എന്നോട് വിരോധമുണ്ടെങ്കിൽ എൻ്റെ പ്രാണൻ നീ എടുത്തുകൊള്ളൂ, എനിക്ക് വിരോധമില്ല. പക്ഷേ എൻ്റെ പ്രാണൻ എടുക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രാണനാഥൻ ശ്രീകൃഷ്ണനെ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തണം. എനിക്ക് കാണണം കൃഷ്ണനെ. അവനെ കണ്ടുകൊണ്ട് എൻ്റെ പ്രാണൻ എൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പൊയ്ക്കൊള്ളട്ടെ. അവൻ്റെ മുഖം കാണാതെ എൻ്റെ പ്രാണൻ എടുത്തുകൊണ്ട് പോകരുത്. എവിടെ എൻ്റെ കൃഷ്ണൻ, എവിടെ എൻ്റെ കൃഷ്ണൻ? എൻ്റെ കൃഷ്ണനെ മുന്നിൽ നിർത്തി എൻ്റെ പ്രാണൻ എടുക്കൂ, എൻ്റെ പ്രാണൻ എടുക്കൂ എന്ന് രാധാറാണി വിലപിക്കുന്നു. ഇതാണ് പ്രണയം, ഇതാണ് പ്രണയം. കാമുകനെ കണ്ടുകൊണ്ട് ജീവൻ പോകാൻ ആഗ്രഹിക്കുന്ന കാമുകി, കാമുകന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ശരീരത്തിൽ നിന്നും പ്രാണനെ പുറത്ത് കളയാൻ ആഗ്രഹിക്കുന്ന കാമുകി, അത് രാധാജി മാത്രമാണ്, അത് രാധാജി മാത്രമാണ്, അത് രാധാജി മാത്രമാണ്. മനോഭവാനന്ദനാ ചന്ദനാ നീല പ്രസീധരേ ദക്ഷിണാ മുഞ്ചവാമത ക്ഷണം ജഗത് പ്രാണവിധായ മാധവം ഗുരോ മമ പ്രാണഹരോ ഭവിഷ്യസി. രിപുരിവ സഖി സംവാസോയം ശിഖീവ ഹിമാനിലോ വിഷമിവ സുധാരശ്മിർയസ്മിൻ ധുനോതി മനോഗദേ ഹൃദയമദയേ തസ്മിന്നേവ സ്വയം വലതേ ബലാത് കുവലയദൃശാം വാമകാമ പ്രകാമ നിരങ്കുശാ. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. രിപുരിവ സഖി സംവാസോയം ശിഖീവാം ഹിമാനിലോ വിഷമിവ സുധാരശ്മിർയസ്മിൻ ധുനോതി മനോഗദേ ഹൃദയമദയേ ധുനോതി മനോഗദേ ഹൃദയമദയേ തസ്മിന്നേവ സ്വയം വലതേ ബലാ തസ്മിന്നേവ സ്വയം വലതേ ബലാ കുവലയദൃശാം വാമ കാമപ്രകാമ നിരങ്കുശാ. ശ്രീകൃഷ്ണ രാധാസമേത രാധാകൃഷ്ണ. അർത്ഥം എഴുതിക്കോ. രിപു ശത്രു, രിപു ശത്രു. സഖി തോഴി, സഖി തോഴി. സംവാസം അർത്ഥം സഹവാസം. ശിഖി അഗ്നി. ഹിമാനില ഹിമം മഞ്ഞ്, അനിലം കാറ്റ്. അപ്പൊ ഹിമാനില മഞ്ഞ് കാറ്റ്. സുധാരശ്മി അമൃതരശ്മികൾ.
അതായത് ചന്ദ്രരശ്മികൾ, അമൃതരശ്മികൾ, ചന്ദ്രരശ്മികൾ. യസ്മിൻ യാതൊരുവൻ, യസ്മിൻ യാതൊരുവൻ, ദുനോതി ചുറ്റിത്തിരിയുന്നു, ദുനോതി ചുറ്റിത്തിരിയുന്നു. മനോ മനോ മനസ്സ്, ഹൃദയം ഹൃദയം നമ്മുടെ ഹൃദയം തന്നെ, ഹാർട്ട്. അദയ ദയയില്ലാതെ, അതായത് ക്രൂരമായി, അദയ ദയയില്ലാതെ അല്ലെങ്കിൽ ക്രൂരമായി. തസ്മിൻ അവനിൽ തന്നെ, തസ്മിൻ അവനിൽ തന്നെ. ബലാത് ബലമായി. കുവലയം ആമ്പൽ, പിന്നെ കരിങ്കുവളമൊന്നും ഒക്കെ അർത്ഥമുണ്ട് ആമ്പൽ. വാമം വിരുദ്ധമായി അല്ലെങ്കിൽ തെറ്റായി. പ്രകാമ ശക്തമായി. നിരങ്കുശ തടസ്സമില്ലാതെ, തടസ്സം ഇല്ലാതെ. അപ്പൊ രാധാജി തൻ്റെ വിരഹ ദുഃഖത്തെ പ്രകാശിപ്പിക്കുകയാണ്. ശ്രീകൃഷ്ണനുമായുള്ള വേർപാടിൽ രാധാജി അട്ടിപ്പടലം, മനസ്സ് തെറ്റിപ്പോയി. രാധാജിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ രാധാജി പറയുകയാണ്, ശ്രീകൃഷ്ണനാണ് എൻ്റെ സകലതും, ശ്രീകൃഷ്ണനാണ് എൻ്റെ സർവസ്വവും. കൃഷ്ണനുമായി ഞാൻ എപ്പോഴാണോ അകന്നിരിക്കുന്നത് ആ സമയത്ത് എനിക്ക് എൻ്റെ തോഴിമാരുമൊത്ത് ഇടപഴകുമ്പോൾ ശത്രുക്കളോട് ഇടപഴകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണനില്ലാത്തപ്പോൾ തോഴിമാരുമായുള്ള സഹവാസം ശത്രുക്കളുമായുള്ള സഹവാസം പോലെയാണ് എനിക്ക് തോന്നുന്നത്. കുളിർ കാറ്റ്, നല്ല ഇളം കാറ്റ് വീശുമ്പോൾ കൃഷ്ണനില്ലെങ്കിൽ എനിക്കത് അഗ്നി പോലെ തോന്നും, എൻ്റെ ശരീരം ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നും. അമൃതുപോലെ തണുത്ത കിരണങ്ങളുള്ളവനാണ് ചന്ദ്രൻ, അമൃതാണ് ചന്ദ്രൻ. പക്ഷെ ചന്ദ്രൻ്റെ കിരണങ്ങൾ ഏൽക്കുമ്പോൾ കൃഷ്ണനുമായി പിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്കത് വിഷം പോലെ തോന്നും. അപ്പൊ കൃഷ്ണനില്ലാത്തത് കൊണ്ട് തോഴിമാരും കുളിർക്കാറ്റും ചന്ദ്രനുമൊക്കെ എൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അതേസമയം കൃഷ്ണൻ ഉണ്ടെങ്കിൽ എനിക്ക് അഗ്നി കുളിർ കാറ്റുപോലെ തോന്നും. കൊടും വിഷം ചന്ദ്രൻ്റെ കിരണങ്ങൾ പോലെ എനിക്ക് തോന്നും. ശത്രുക്കളുമായുള്ള സഹവാസം മിത്രങ്ങളുമായുള്ള സഹവാസം പോലെ തോന്നും. ഇതാണ് കൃഷ്ണൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ള വ്യത്യാസം. രണ്ട് ഭാവങ്ങൾ പറയുകയാണ്. കൃഷ്ണൻ ഇല്ലെങ്കിൽ എൻ്റെ സഖിമാരും തോഴിമാരുമായുള്ള സഹവാസം ശത്രുക്കളുമായുള്ള സഹവാസം പോലെ തോന്നും. കൃഷ്ണൻ ഉണ്ടെങ്കിലോ ശത്രുക്കളെ കൂടിയിരുന്നാലും അവർ മിത്രങ്ങളാണ്, തോഴിമാരെന്ന് തോന്നും. കൃഷ്ണനില്ല എന്നുണ്ടെങ്കിൽ കുളിർ കാറ്റ് അഗ്നി പോലെ തോന്നും. കൃഷ്ണൻ കൂടെ ഉണ്ടെങ്കിൽ അഗ്നിയുടെ അടുത്തിരുന്നാലും കുളിർ കാറ്റ് പോലെ തോന്നും. ചന്ദ്രന്റെ കിരണങ്ങൾ കൃഷ്ണനില്ലെങ്കിൽ വിഷമായി തോന്നും. കൃഷ്ണൻ ഉണ്ടെങ്കിലോ വിഷമുണ്ടെങ്കിലും അത് ചന്ദ്രനെ പോലെ തോന്നും. അപ്പൊ ശരിക്കും മനസ്സിന് സന്തോഷം തരുന്ന കുളിർ കാറ്റും ചന്ദ്രന്റെ കിരണങ്ങളും തോഴിമാരുമൊക്കെ വിപരീത ഭാവത്തിലാക്കിയത് ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണനെ അകറ്റി നിർത്തേണ്ടതാണ്. പക്ഷേ എനിക്ക് എത്ര ശ്രമിച്ചിട്ടും എൻ്റെ കൃഷ്ണനെ അകറ്റി നിർത്താൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തെറ്റാണെങ്കിലും അതിൻ്റെ സഞ്ചാരത്തിന്, അതിൽ മുഴുകിയിരിക്കുന്നതിന് എനിക്ക് യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല. വീണ്ടും വീണ്ടും കൃഷ്ണനെ ആഗ്രഹിക്കുന്നത് തെറ്റാണ്. കാരണം കൃഷ്ണൻ മുഖാന്തരം കുളിർ കാറ്റുപോലും അഗ്നി പോലെയായി. നമ്മൾ പറയുന്നില്ലയോ അവൻ മുഖാന്തരം എൻ്റെ ജീവിത കട്ടപ്പുകയായെന്ന് പറയുന്നത് പോലെ കൃഷ്ണൻ മുഖാന്തരം എനിക്ക് കുളിർ കാറ്റുപോലും അഗ്നിയായി. അതുകൊണ്ട് ഞാൻ മാറ്റി നിർത്തേണ്ടതാണ്. പക്ഷേ എൻ്റെ മനസ്സ് വീണ്ടും കൃഷ്ണനിലേക്ക് ഒഴുകിയെത്തുകയാണ്. അതിനെ തടയാൻ എനിക്ക് പറ്റുന്നില്ല. സുന്ദരികളായ സ്ത്രീകളിൽ കാമദേവൻ ഇങ്ങനെ സദാ കാമം ജനിപ്പിച്ച് അവരെ വഴിതെറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ എത്ര പറഞ്ഞാലും എത്ര അകറ്റി നിർത്തിയാലും എനിക്ക് ആരെ വേണം? എനിക്ക് കൃഷ്ണനെ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കവി പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ കവി പറഞ്ഞിരിക്കുന്നത് ഇത്രയുമാണ്.
എൻ്റെ ജീവിതം സുന്ദരമാക്കി തീർക്കുന്നത് ഭൂമിയിൽ കാണുന്ന ലൗകിക വസ്തുക്കളല്ല. ഇതിലൂടെ രാധാറാണി പറയുന്നത് ഇതാണ്. ഭൂമിയിൽ കാണുന്ന ലൗകിക വസ്തുക്കളാണ് ജീവിതം സുന്ദരമാക്കുന്നതെങ്കിൽ തോഴിമാരടുത്തിരിക്കുമ്പോൾ സന്തോഷം വരണം, കുളിർകാറ്റ് വരുമ്പോൾ സന്തോഷം വരണം, ചന്ദ്രൻ്റെ കിരണങ്ങൾ ഏൽക്കുമ്പോൾ സന്തോഷം വരണം. രാധാജി പറയുന്നു, ഈ ഭൂമിയിൽ കാണുന്ന ഒരു വസ്തുക്കൾക്കും എന്നെ സന്തോഷിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. എൻ്റെ സന്തോഷം ഭൂമിക്കും അപ്പുറം നിൽക്കുന്ന അലൗകികമായ രൂപമായ സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണൻ അടുത്തില്ലെങ്കിൽ ഭൂമിയിലെ സുന്ദര വസ്തുവായ കുളിർകാറ്റ് അഗ്നി പോലെ തോന്നും. ഭൂമിയിലെ സുന്ദര വസ്തുവായ ചന്ദ്രൻ്റെ കിരണങ്ങൾ കൊടും വിഷം പോലെ തോന്നും. ഭൂമിയിലെ സുന്ദര വസ്തുവായ തോഴിമാരുടെ സഹവാസം ശത്രുക്കളുമായുള്ള സഹവാസം പോലെ തോന്നും. ഇനി ഭൂമിയിലെ സുന്ദര വസ്തുക്കളൊക്കെ എനിക്ക് കുഴപ്പം പിടിച്ചതായി തോന്നിയാലും കൃഷ്ണൻ്റെ അടുത്തേക്കുള്ള എൻ്റെ മനസ്സിൻ്റെ യാത്രയ്ക്കൊരു തടസ്സവുമില്ല. എനിക്കെപ്പോഴും കൃഷ്ണൻ വേണം. അതായത് ഞങ്ങളുടെ പ്രേമം ലൗകിക പ്രേമത്തിന് അപ്പുറമാണെന്ന് രാധാറാണി സ്ഥാപിക്കുകയാണ്. നിങ്ങൾ ലൗകികമായി കാണുന്ന പ്രണയമല്ല ഞങ്ങളുടേത്. ഞങ്ങളുടെ പ്രണയം അതിനും അപ്പുറത്താണ്. കൃഷ്ണൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഈ ഭൂമി സുന്ദരം. കൃഷ്ണൻ ഇല്ലെങ്കിൽ എനിക്ക് ഈ ഭൂമി നരകമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് കൃഷ്ണനെ വേണം, എനിക്ക് കൃഷ്ണനെ കാണണം, എനിക്ക് അവൻ്റെ ആലിംഗനത്തിൽ അമരണം, അവൻ്റെ ചുണ്ടുകൾ എൻ്റെ നെറ്റിത്തടത്തിൽ പതിയണം, ഒരു മുല്ല വള്ളി പോലെ എനിക്കവനിൽ പടർന്നു കയറണം. കൃഷ്ണ കൃഷ്ണ നീ എവിടെ, നീ എവിടെ കൃഷ്ണ? ഓടി വരൂ, ഓടി വരൂ. നിന്റെ ഒരു ആലിംഗനത്തിന് കൊതിച്ച് ഈ രാധ നിൽക്കുന്നു. നിന്റെ ചുണ്ടുകളുടെ ഒരു ചുംബനത്തിന് കൊതിച്ചുകൊണ്ട് ഈ രാധ നിൽക്കുന്നു. നിന്റെ കരവലയങ്ങളിൽ അമരാനായിട്ട് ഈ രാധ നിൽക്കുന്നു. നിന്നിൽ പടർന്നു കയറാനായിട്ട് ഈ രാധ നിൽക്കുന്നു. നിന്നെ രതിലീലയുടെ ഉത്തുമ ശൃംഗമത്തിൽ കൊണ്ടുപോകാൻ ഈ രാധ നിൽക്കുന്നു. വരൂ കൃഷ്ണ, വരൂ കൃഷ്ണ, വരൂ കൃഷ്ണ, വരൂ കൃഷ്ണ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.